തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടിനു വേണ്ടി മതേതര നിലപാടിൽ മായം ചേർക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വർഗീയത വിളമ്പുന്നവരെ പൊന്നാട അണിയിച്ചുകൊണ്ട് നടക്കുന്ന മുഖ്യമന്ത്രി മതേതര കേരളത്തിന്റെ ശക്തി എന്തെന്ന് നാളെ തിരിച്ചറിയും. വർഗീയതയെ താലോലിക്കുന്നവർ നാളെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലാകുമെന്ന് വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. പുതുയുഗ യാത്രയുടെ തൃപ്പയാറിലെ സ്വീകരണ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു വി ഡി സതീശൻ. UDF നേതാവ് CP ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ അനിൽ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. AICC സെക്രട്ടറി TN പ്രതാപൻ, KPCC കോർ കമ്മിറ്റി അംഗം ഷാനിമോൾ ഉസ്മാൻ, രാഷ്ട്രീയ കാര്യസമിതി അംഗം VK ശ്രീകണ്ഠൻ MP, DCC പ്രസിഡന്റ് ജോസഫ് ടജർ, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ ജോസ് വള്ളു, MP വിൻസെന്റ്, KV ദാസൻ, KB ശശികുമാർ, KPCC സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട്ട്, രാജേന്ദ്രൻ അരങ്ങത്ത്, KPCC മുൻ ട്രഷറർ KK കൊച്ചു മുഹമ്മദ്, സുനിൽ ലാലു, K ദിലീപ് കുമാർ, VR വിജയൻ, ഹാറൂൺ റഷീദ് എന്നിവർ പ്രസംഗിച്ചു. തൃപ്പയാർ കിഴക്കേ ആത്മാവ് പരിസരത്ത് നിന്ന് വി ഡി സതീശനെ സംഘാടക സമിതി സ്വീകരിച്ചാനയിച്ചു. മുത്തുകുടകളും വാദ്യഘോഷവും കാവടിയാട്ടവും താളത്തിന്റെ വീരനാട്യവുമായാണ് പുതുയുഗ യാത്രയെ തൃപ്പയാറിൽ സ്വീകരിച്ചത്. വൻ ജനാവലിയുടെ സാന്നിധ്യം പുതുയുഗ യാത്രയിൽ ഉണ്ടായിരുന്നു. ആ പദ്ധതി നടപ്പാക്കുമ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. ആ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ 1/3 തീരപ്രദേശത്തെ സാധാരണക്കാരുടെ മക്കൾക്ക് വേണ്ടി റിസർവേഷൻ ചെയ്തു കൊടുക്കും. അത് അവരുടെ പദ്ധതിയാണ്. അവരുടെ മക്കളെ കൈപിടിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള അവരുടെ തീരപ്രദേശത്തെ ജനങ്ങളുടെ സ്വന്തം പദ്ധതിയാക്കി കൂടി അതിനെ മാറ്റും. ഏത് പ്രദേശത്ത് വികസനം വന്നാലും അവിടുത്തെ ജനങ്ങൾക്ക് ജീവിത നിലവാരം ഉയർത്തണം. ആ വികസനം ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്താ, ഒരു സ്ഥലത്ത് വികസനം വന്നു, അവിടെ കുറെ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് വന്നു, കുറെ കെട്ടിടങ്ങൾ വന്നു, ഭയങ്കര വികസനം എന്ന് പറയും. അവിടെ ജീവിച്ച മനുഷ്യൻ എങ്ങോട്ട് പോയെന്ന് ആരും അന്വേഷിക്കാറില്ല. അവർ തെരുവിലാണോ അവർ ചേരിയിലാണോ എന്ന് അന്വേഷിക്കാറില്ല. നമ്മുടെ വികസന സ്വപ്നങ്ങൾക്ക് അനന്തമായ മാനങ്ങളാണുള്ളത്. സാധാരണക്കാരനെയും പാവപ്പെട്ടവരെയും തെരുവിലേക്കും ചേരിയിലേക്കും വലിച്ചെറിഞ്ഞിട്ടുള്ള ഒരു വികസനവും കേരളത്തിൽ ഉണ്ടാവില്ല. അത് വേണ്ടാവ, ആ വികസനം നമുക്ക് വേണ്ട. അല്ലാതെ അവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസനമാണ്.